അപ്പൊ യഥാർത്ഥത്തിൽ ഇത് ഇവരുടെ സ്ഥിരം കാപട്യമാണ്. എന്ത്? മുജാഹിദ് പ്രസ്ഥാനവുമായി സംവാദത്തിനോ ഖണ്ഡന പ്രഭാഷണങ്ങൾക്കോ സംവാദത്തിലേക്കുള്ള വ്യവസ്ഥയ്ക്ക് വേണ്ടിയുള്ള ചർച്ചയിലോ ഉത്തരം മുട്ടുമ്പോൾ അവിടെയെല്ലാം കുതറി മാറാനും അതേപോലെ തന്നെ അവിടെ മുമ്പിൽ പതറുമ്പോൾ ഒഴിഞ്ഞു പോകാനും വേണ്ടി നടത്തുന്ന തന്ത്രങ്ങൾ മാത്രമാണ് എന്ന് നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ സമസ്തയുടെ മുഖ്യ സ്രോതസ്സായ വരുമാന മാർഗങ്ങളായ മാല മൗലിദുകൾ, ജാറങ്ങൾ, ഇതൊക്കെ മുജാഹിദ് പ്രസ്ഥാനവുമായി ഖണ്ഡന പഠനം നടത്തിയിട്ട് ഓരോന്നോരോന്ന് ഇല്ലാതാക്കുകയാണ്, നശിച്ചു കണ്ടിരിക്കുകയാണ് നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ നമുക്കറിയാം ഓച്ചിറയിലെ കുപ്പസ്വാമിയുടെ ജാറം, ഓച്ചിറ പാപ്പ റളിയല്ലാഹു അൻഹു എന്നും പറഞ്ഞിട്ട് കാന്തപുരം ഉസ്താദ് ഉദ്ഘാടനം ചെയ്ത ജാറം 8.5 ലക്ഷം രൂപയാണ് അവിടെ ഒരു വർഷത്തിലുണ്ടായിരുന്ന വരുമാനം. അവിടെ മുഖ്യമായും അത് നടത്തിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ അവിടെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിന്നിരുന്ന പണ്ഡിതന്മാർ ഈ ഭാഗത്തേക്ക് മാറുകയും അതിന്റെ ഹക്ക് വെളിവാക്കുകയും ചെയ്തു. ഇസ്ലാഹി പ്രസ്ഥാനം കേരളത്തിലുടനീളം ഇതിന്റെ തട്ടിപ്പ് വെളിപ്പെടുത്തിയോടുകൂടി ഇപ്പൊ അവിടെ 2500 രൂപ പോലും ഒരു വർഷത്തിൽ വരുമാനം കിട്ടുന്നില്ല. ഒരു മാസത്തിൽ 250 രൂപ പോലും അവർക്ക് വരുമാനം കിട്ടാതെ പോയി. ഉള്ളാൽ സയ്യിദ് മദനിയുടെ ജാറത്തിലും അതന്നെ സ്ഥിതി. വമ്പിച്ച ലാഭമുണ്ടായിരുന്നു. പക്ഷേ കൃത്യമായി പ്രമാണമുദ്ധരിച്ച് LCD ക്ലിപ്പിങ്ങിന്റെ സഹായത്തോടുകൂടി ഇസ്ലാമിന്റെ സുന്ദരമായ വിശ്വാസങ്ങളും ആചാരങ്ങളും ജനങ്ങളെ കേൾപ്പിക്കുകയും അതിൽ നിന്ന് അടർത്തിക്കൊണ്ടുപോകുന്ന പുരോഹിതന്മാരുടെ പ്രമാണവിരുദ്ധമായ വാദങ്ങൾ കേൾപ്പിച്ച് ആളുകൾക്ക് അത് ബോധ്യമായി അങ്ങോട്ടുള്ള ഒഴുക്കുകൾ നിൽക്കുകയാണ്. അതുകൊണ്ട് EK സുന്നികൾ പറയുന്ന എന്താ കാര്യങ്ങൾ, EK വിഭാഗം സുന്നികൾ പറയുന്നത് AP സുന്നികളോട് നിങ്ങളൊന്ന് വായടക്കിയാൽ മതി. നിങ്ങൾ വായടക്കിയാൽ തന്നെ സുന്നത്തി ജമാഅത്ത് എന്ന സമ്പത്ത് ജമാഅത്ത് ഇവിടെ നിലനിൽക്കുന്നതാണ്. കാരണം എന്താ, പണ്ടൊരാള് പിന്നെ വഴിയിൽ വെച്ചിട്ട് ഒരുത്തെ പിന്നെ അയാളുടെ വാപ്പാന്റെ അനിയനെ എളാപ്പാനെ തച്ചു. അപ്പൊ ഇവ അങ്ങാടി എന്നിട്ട് പറയാണ്, അടിച്ചതേതായാലും അടിച്ച്, ഇനി അടിച്ചെന്റെ സ്വഭാവം മാറുന്നത്. അപ്പൊ അന്നാ ഒന്ന് കാണിട്ട് വീണ്ടും അടിച്ചു. വീണ്ടും അടിച്ചപ്പോൾ നിന്റെ മൂക്കത്താണ് ദേഷ്യം, ക്ഷമ പരിശോധിക്കരുത്, ഞാൻ ഇളകുന്നത്. വീണ്ടും അടിച്ചു. അടിങ്ങനെ എണ്ണം കൂടാന്നല്ലാതെ ഇവനെ ഇറങ്ങി പ്രതിരോധിക്കണമെന്നില്ല. അവസാനം എളാപ്പ പറഞ്ഞ് എന്റെ കുട്ടി സംസാരം നിർത്തിയാൽ തന്നെ എളാപ്പാക്ക് കിട്ടുന്ന തല്ല് കുറെ കുറയും എന്ന് പറഞ്ഞ പോലെ നിങ്ങളൊന്ന് വായടക്കിയാൽ തന്നെ നമ്മളെ സമ്പത്യമായിട്ട് നിലനിൽക്കും എന്ന് പറഞ്ഞുകൊണ്ട് സിദ്ദീഖ് മൗലൂദിനെ തള്ളിയത് ന്യായീകരിച്ചതുമായ കഥയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം വളരാനുള്ള കാരണം എന്താണെന്നും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ സിദ്ദീഖ് മൗലൂദുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തന്നെ EK ഭാഗത്തിൽ ഒരു ഫൈസി വിശദീകരിക്കുന്നുണ്ട്. അതുകൂടെ നിങ്ങളൊന്ന് കൃത്യമായി കേട്ടുകൊള്ളു. സംവാദത്തിന്റെ പോരിശ പറയാൻ നാദാപുരത്തേക്കൊന്ന് പോയാൽ മതി. ഏതെങ്കിലും അവസ്ഥകളിലേക്ക് നിങ്ങൾ നടത്തിയ ഖണ്ഡനങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കിയാൽ മതി. അതേ സിദ്ദീഖ് മൗലൂദിനെ പോലും തള്ളിപ്പറഞ്ഞ പാരമ്പര്യമുള്ളത് സാക്ഷാൽ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിക്ക് മാത്രമാണ്. അദ്ദേഹത്തെ ചോദ്യം ചെയ്തുകൊണ്ട് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് കുറ്റ്യാടിക്കാരൻ സഖാഫി. മൂപ്പര് പറയുന്നു ഒന്ന് ശരിയാണെന്ന്, മറ്റേയാള് പറയുന്നു ശരിയല്ലാന്ന്. വേണ്ടി വന്നാൽ എല്ലാം ഞങ്ങൾ പ്രദർശിപ്പിക്കേണ്ടി വരും. നിങ്ങളുടെ സുന്നത്ത് ജമാഅത്തിന്റെ ആ പ്രചരണത്തിൽ നിന്നുകൊണ്ട് ഒന്ന് മാറി നിന്നാൽ തന്നെ മതി. ഈ സുന്നത്ത് ജമാഅത്ത് ഒരിക്കലും തന്നെ കുളമാവൂല. മറുപടിയായിക്കൊണ്ട് മലപ്പുറത്തിന്റെ ചരിത്രം തന്നെ ഉണ്ടല്ലോ, തെളിവായിക്കൊണ്ട് അതെ ഇവിടെ എങ്ങനെയാണ് വഹാബിസം വളർന്നത്, നിങ്ങളുടെ ഒരൊറ്റ ഇടപെടൽ കൊണ്ട് മാത്രമാണ്. പലരും ഉമ്മാക്കി കാട്ടി പേടിപ്പിക്കാറുണ്ട്, പലരും ഭീഷണികൾ മുഴക്കാറുണ്ട്. അതേ ഈങ്ങാപ്പുഴയിൽ മുജാഹിദ് വിഭാഗം പരിപാടി നടത്തിക്കൊണ്ടിരിക്കുമ്പോ പരിപാടി കയ്യേറി. അതുകൊണ്ട് എന്തുണ്ടായി, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പുതുപ്പാടി പഞ്ചായത്തിൽ വേരൂന്നലില്ലാതിരുന്നിട്ടും നിങ്ങൾ വളം വെച്ചു കൊടുത്തു. നിങ്ങൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് വളം വെച്ചു കൊടുത്തു. നിങ്ങൾ ഈ ഏർപ്പാട് നിർത്തിക്കൊണ്ട് പോയാൽ തന്നെ മതി അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിലേക്ക്. ഈ ഏർപ്പാടുകൾ നിർത്തി കിട്ടിയാൽ തന്നെ മതി അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിലേക്ക് ആളുകൾ ഒഴുകി വരും. ഏത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിലേക്ക്? ഇവര് 926 ഇതിൽ നിന്ന് പിളർന്നു പോയി സമൂഹത്തില് പിൽക്കാലത്ത് ആളുകൾ രചിക്കപ്പെട്ട മാലകളും മൗലിദുകളുമാകുന്ന ശിർക്ക് ബിദ്അത്ത് ഖുറാഫാത്തുകളിലേക്ക് ക്ഷണിക്കുന്ന അഹ്ലുസുന്നത്ത് വൽ ജമാഅ. അല്ലാതെ ഞാനും എന്റെ സ്വഹാബത്തും ഏത് നിലപാട് ജീവിച്ചോ ആ നിലപാടിലേക്കുള്ള അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തല്ല. മറിച്ച് ഇവർ നിർമ്മിച്ചുണ്ടാക്കിയ ഈ ഖുറാഫാത്തുകൾ അതിന് ലേബൽ കൊടുത്തത് എന്താ, അഹ്ലുസുന്നത്ത് വൽ ജമാഅ എന്നാണ്. അത് വെള്ളിക്കോലുമ വെള്ളില്ലാത്ത പോലെയാണ്. നെയ്യപ്പത്തും ഒരു തരിമ്പ് പോലും നെയ്യില്ല, അത് കടലെണ്ണയിലോ അല്ലെങ്കിൽ വേറെ വല്ല എണ്ണയിലും ഉണ്ടാക്കിയ, പക്ഷെ പേര് നെയ്യപ്പെന്ന എന്ന പോലെയാണ് ഇവരുടെ സുന്നത്ത് ജമാഅത്ത്. അതിലേക്ക് ആളുകൾ വന്നുകൊള്ളുന്ന എന്ന് പറഞ്ഞാൽ ഉള്ള ആളുകൾ പോകാതെ കാത്തു സൂക്ഷിക്കാൻ നിങ്ങളൊന്ന് വായടക്കൂ എന്നാണ് ഇപ്പൊ ചുരുക്കം പറഞ്ഞ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം AP സുന്നികൾ മറുപടി വെച്ചാലും സംഭാവന നടത്തിയാലും AP സുന്നികൾക്ക് മാത്രമല്ല ക്ഷീണം,
മരിച്ചത് കൈകെട്ടി നോക്കി നിൽക്കുന്ന മറ്റു വിഭാഗത്തിലെ സുന്നികൾപ്പെട്ട നിഷ്പക്ഷമതികളൊക്കെ മാറുകയാണ്. അപ്പൊ ആ ഒരു ഭയപ്പാട് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ സംസാരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ സഹോദരങ്ങളെ, വല്ലപ്പോഴും സംവാദ വ്യവസ്ഥയില് സിദ്ദീഖ് മൗലൂദ് ജൂദായിസമാണെന്നും അത് കടത്തിൽ കൂട്ടിയിട്ടുണ്ടെന്നും അങ്ങനെ ഒരുപാട് കള്ളക്കഥകൾ അതിൽ ഉണ്ടെന്നും അത് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. ഞങ്ങൾ മർക്കസിൽ നിന്ന് സ്ഫുടം ചെയ്തെടുത്ത കടഞ്ഞെടുത്ത ഈ ചെറിയ സബീന കിതാബ് മാത്രമേ അംഗീകരിക്കൂ എന്നുമാണ് അവരവിടെ പറഞ്ഞത്. എന്തുകൊണ്ടാണ് അതങ്ങനെ പറഞ്ഞതെന്നറിയോ നിങ്ങൾക്ക്? സിദ്ദീഖ് മൗലൂദിന്റെ അകത്തളങ്ങളിലേക്ക് ഇറങ്ങി നോക്കിയാൽ അതിൽ ഉൾക്കൊണ്ടിട്ടുള്ള കഥകൾ പ്രമാണവിരുദ്ധമാണെന്ന് സാധാരണക്കാരന് പോലും മനസ്സിലാവും. ഒരു കഥ നിങ്ങൾ കേട്ടോളൂ. നമുക്കറിയാം, നമ്മൾ ആരെയും ഔലിയാക്കന്മാരെ എഴുത്തുന്നവരല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ചില ആളുകളെങ്കിലും വിചാരിച്ചിട്ടുണ്ടാവും മുജാഹിദികൾ ഔലിയാക്കന്മാരെ എഴുത്തുന്നു, അവർക്കുള്ള കറാമത്തുകൾ നിഷേധിക്കുന്നു. ഇല്ല, പ്രമാണത്തിലുള്ള പ്രശംസകൾ നമ്മൾ നടത്തിയാൽ മതി. പ്രമാണത്തിൽ പറഞ്ഞ രൂപത്തിലെ കറാമത്തുകൾ നമ്മൾ വിശ്വസിച്ചാൽ മതി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിശ്വാസികളായ അടിമകളിലൂടെ പ്രകടിപ്പിക്കുന്ന അത്ഭുത ദൃഷ്ടാന്തങ്ങൾ ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. ചരിത്രത്തിലുള്ളതാണ്, ഹദീസുകളിലുള്ളതാണ്. പക്ഷെ ഇവര് ശരീഅത്ത് വിരുദ്ധമായ പ്രമാണവിരുദ്ധമായ കാര്യങ്ങളാണ് ഇവരുടെ മൗലിദുകളിലും മാലകളിലും ഉള്ളത്. അതുകൊണ്ട് നമുക്കറിയാം, ഒന്നാമത്തെ ഖലീഫയായ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് സിദ്ദീഖ് എന്ന നാമധാരം പോലും കിട്ടുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്രാ മിഅ്റാജ് യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശ്വാസികളിൽ പലരും അങ്കലാപ്പിലായ സമയത്ത് പോലും ആകാശത്ത് നിന്ന് പടച്ചതമ്പുരാന്റെ സന്നിധിയിൽ നിന്ന് ഒരു മലക്ക് മുഖാന്തരം വഹി സ്വീകരിക്കുന്ന ആളാണ്. അങ്ങനെ സ്വീകരിക്കുന്നവനാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് വിശ്വസിക്കുന്ന എനിക്ക് ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരൊറ്റ രാത്രി കൊണ്ട് രാപ്രയാണം നടത്തിയത് വിശ്വസിക്കാൻ മടിയില്ല എന്ന് പ്രഖ്യാപിച്ചതിന്റെ പേരിൽ അദ്ദേഹത്തിന് സിദ്ദീഖ് എന്ന നാമധാരം അല്ലാഹുവിന്റെ റസൂല് കൊടുത്തതായി നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജലത് ഖുലൂബുഹും ഫഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാനാ. ഇത് സ്വഹാബികളുടെ ലക്ഷണമായി അല്ലാഹ് പറഞ്ഞതാണ്. പടച്ച റബ്ബിന്റെ ആയത്തുകൾ കേട്ടാൽ അവരുടെ ഹൃദയം വിതുമ്പിപ്പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അസുഖമായി കിടന്നപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ഇമാമത്ത് നിൽക്കൂ എന്ന് കൽപ്പിച്ച സമയത്ത് മകൾ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറഞ്ഞത് എന്താണ്? റസൂലേ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരിക്കലും തന്നെ ഇമാമത്തായി നിർത്തരുത്. കാരണം അദ്ദേഹം ഖുർആൻ ഓതി തുടങ്ങുമ്പോൾ തന്നെ കരയുമത്രേ. അത്രയും വലിയ ഈമാനാണ് സഹോദരങ്ങളെ. ഇത് ഹദീസിൽ വന്ന സംഭവമാണ്. മാത്രമല്ല, എന്റെ ഉമ്മത്തിൽ നിന്ന് ആദ്യമായി സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണെന്ന് ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇതൊക്കെ ഹദീസിൽ വന്നിട്ടുള്ള പിന്നെ ഇസ്ലാമിക ചരിത്രത്തിലുള്ള മദ്ഹുകളാണ്. എന്നാൽ ഇവര് പറഞ്ഞുകൊണ്ടിരിക്കുന്ന മദ്ഹോ അത് വാസ്തവവിരുദ്ധമാണ്, പ്രമാണവിരുദ്ധമാണ്, കുഫറിലേക്ക് എത്തുന്നതാണ്. എന്താണ്? ഒരു കഥപ്പങ്ങൾ കേട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നുണയനാക്കിക്കൊണ്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സത്യസന്ധനായി അവതരിപ്പിച്ച കഥ. ഇനി രണ്ടാമതൊരു കഥയുണ്ട്, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയെ പേടിപ്പിച്ച കഥയാണ്. അതെന്താ കഥ? സിദ്ദീഖ് മൗലിദിൽ തന്നെ കാണാം. പഴയ സിദ്ദീഖ് മൗലിദിൽ വ്യക്തമായി എഴുതപ്പെട്ടൊരു കഥയാണ്. എന്ത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയെ സൃഷ്ടിച്ചു. ജിബ്രീലിനെ അല്ലാഹു തആല സൃഷ്ടിച്ചു. അങ്ങനെ സൃഷ്ടിച്ചിട്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, സുമ്മ അല്ലാഹു തആല യഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ജിബ്രീലേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന സാക്ഷ്യവചനം പൂർണ്ണമായി ചൊല്ല്. ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്തു പറഞ്ഞു? ഫഖാല അൽ കലിമത്തു ലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രം ചൊല്ലി, മുഹമ്മദ് റസൂലുള്ളാഹ് ചൊല്ലിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ദേഷ്യം പിടിച്ചു. ജിബ്രീലിനെ ആകെ പൊടിച്ച് നശിപ്പിച്ച് വീണ്ടും അല്ലാഹു തആല സൃഷ്ടിച്ചു. വീണ്ടും സൃഷ്ടിച്ചിട്ട് ഇതുപോലെ തന്നെ ജിബ്രീലിനോട് പറഞ്ഞു. എന്ത്? വീണ്ടും സൃഷ്ടിച്ചിട്ട് പറഞ്ഞു, നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് ചൊല്ലി ജിബ്രീലേ. അപ്പോഴും ദൂനൽ കലിമത്തുൽ മുഹമ്മദിയ അഥവാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കലിമത്ത് പറയാതെ ഫഖീല ലഹു കമാ ഖീല ലഹു അവൽ, ആദ്യം എന്താണോ പറഞ്ഞത് അതുപോലെ തന്നെ പറഞ്ഞു. അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മാത്രം പറഞ്ഞു, മുഹമ്മദ് റസൂലുള്ളാഹ് പറഞ്ഞില്ല. വീണ്ടും അല്ലാഹു തആലക്ക് ദേഷ്യം പിടിച്ചു. അങ്ങനെ ജിബ്രീലിനെ ഉടച്ചു നശിപ്പിച്ചു. രണ്ടാമതും പടച്ചവൻ ഉണ്ടാക്കി എന്നാണ്. അങ്ങനെ ഹാക്കദാ 70,000 മറ, 70,000 തവണ ജിബ്രീലിനെ ഈ ഒരു ആവശ്യത്തിന് വേണ്ടി പടച്ചവൻ പടക്കുന്നു. കലിമത്ത് ഷഹാദ ഫുള്ള് ചെല്ലാൻ പറയുന്നു. ജിബ്രീൽ നിക്കരിക്കുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രം പറയുന്നു. അല്ലാഹു തആല അങ്ങോട്ട് കുടുങ്ങിപ്പോയി. അവസാനം
അവസാനം ഇത് ഇവിടെ നടക്കുന്ന സംഗതിയല്ല, മലവുൽ ആലയിൽ പടച്ചിറപ്പിന്റെ ലോകത്ത് നടക്കുന്ന സംഗതിയാണ് മൗലിദുകാരൻ പറയുന്നത്. നോക്കൂ നിങ്ങൾ, ആ സമയത്ത് അബൂബക്കർ റളിയല്ലാഹു റൂഹ് അതിലെങ്ങനെ വന്നു? അബൂബക്കറിന്റെ റൂഹ് ഈ സംഭവം നടക്കുമ്പോൾ അതിന് മുമ്പിലൂടെ അങ്ങനെ കടന്നുപോയി. ആ കടന്നുപോയ സമയത്ത് അബൂബക്കർ റളിയല്ലാഹുവിനെ പടച്ചതമ്പുരാൻ വിളിച്ചു, അബൂബക്കർ ഇവിടെ വാർ, എന്തോ ഒന്നുമില്ല, ഒരു വലിയ പ്രശ്നമുണ്ട്, ഞാൻ വലിയൊരു പ്രതിസന്ധിയിലാണ്. അരെ അല്ലാഹു തആല പടച്ചോൻ തവസ്സുൽ ചെയ്യാൻ ആരോട്? അബൂബക്കർ റളിയല്ലാഹുവിനെ ഇടയിൽ നിർത്തിയിട്ട് ജിബ്രീലിന്റെ വിഷയത്തിൽ ഒന്ന് കഴിച്ചിലാകാൻ. ആലോചിച്ച് നോക്കണം. ഇവര് പറയലെന്താണ്? മഹാന്മാരായ ആളുകളിലേക്ക് അടുക്കാൻ ഞങ്ങൾ പടച്ചോനെ ഇടയിൽ നിർത്തിയാണ്. ഇവിടെ തല തിരിഞ്ഞ അവസ്ഥ. മഹാന്മാരായ ആളുകളിലേക്ക് അടുക്കാൻ അല്ലാഹു തആലയെ ഇടയിൽ നിർത്തിയിട്ടാണ് ഇവിടെ പരിപാടി. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹുവിനെ ഈ കാര്യം ആവശ്യപ്പെട്ടു. ഉടനെ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു വന്നിട്ട് അവിടുന്ന് വിളിച്ചു, യാ റഈസൽ അംലാക് വയാ റൂഹുൽ ഖുദ്സ്, ഏ മലക്കുകളുടെ നേതാവ് പരിശുദ്ധാത്മാവായ ജിബ്രീലേ ഇങ്ങോട്ട് വാ, എന്നിട്ട് കുൽ കലിമത്ത് തയ്യിബ് പരിപൂർണമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് ചൊല്ല്, എങ്കിൽ കുന്ത നിനക്ക് ഇവിടെ നിലനിൽക്കാം, എങ്കിൽ എനിക്ക് ഇവിടെ നിൽക്കാം. അല്ലാഹു തആല ആദം നബിയോട് പറഞ്ഞില്ലേ, ഈ പഴം ഭക്ഷിക്കരുത്, അതല്ലാത്തതൊക്കെ നിങ്ങൾ ചെയ്തോളി, ഇവിടെ ജീവിച്ചോളി എന്ന് പറഞ്ഞു. അതേപോലെ നിനക്ക് ഇവിടെ നിൽക്കണമെങ്കിൽ കലിമത്ത് ഷഹാദ പൂർണ്ണമായി പറയണം, ഇല്ലെങ്കിൽ ഹലക്ത, നീ നശിച്ചു പോകുന്നതാണ് പേടിപ്പിച്ചു. ഉടനെ തന്നെ ഫഖാല, അവിടുന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പൂർണ്ണമായിട്ടാണ് ചൊല്ലിന. ഒന്ന് ആലോചിച്ച് നോക്കണം നിങ്ങള് സഹോദരങ്ങളെ, എന്തുമാത്രം വലിയ കുഫറാണിത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖുർആനിൽ പറഞ്ഞ മലക്കുകളുടെ സിഫത്തുകൾക്ക് നേരെ എതിരല്ലേ ഇത്? ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മലായിക്കത്തുകൾ എന്ന് പറഞ്ഞാൽ അവർ അല്ലാഹുവിന്റെ കൽപ്പനയ്ക്ക് എതിര് പ്രവർത്തിക്കാത്തവരാണ്. മാത്രമല്ല റബ്ബ് എന്താണോ കൽപ്പിച്ചത് അത് അങ്ങനെ തന്നെ ശിരസ വഹിക്കുന്നവരാ മലക്കുകൾ. അതുകൊണ്ടാണ് നരകത്തിന്റെ കാവൽക്കാരായി അവരെ നിർത്തിയത്. കോടാനുകോടി കൊല്ലം മനുഷ്യൻ തീയിൽ വെന്തുരുകുമ്പോ മനുഷ്യനാണ് കാവൽക്കാരനെങ്കിലോ തൽക്കാലം ഒരു ദിവസമെങ്കിലോ അല്ലെങ്കിൽ ഒരു മാസത്തിൽ 2 ദിവസമെങ്കിലോ തൽക്കാലം ഞാൻ കേറിക്കോ, അവിടെ പോയി ഒന്ന് കുളിച്ചു ഒന്ന് ഫ്രഷായി തണലത്തൊക്കെ നിന്നിട്ട് പിന്നെ പോരെന്ന് പറയും. കാരണം ഇത് കണ്ടിട്ട് സഹിക്കാൻ കഴിയായിട്ട്. മലക്കുകൾ അല്ലാഹു തആല സൃഷ്ടിച്ചതോ ഓരോ ഡ്യൂട്ടി ഏൽപ്പിക്കുമ്പോൾ ഒരു തരിമ്പ് പോലും ആ നരകത്തിന്റെ കാവൽക്കാരാണെങ്കിൽ അവർക്ക് അലിവുണ്ടാകൂല. മലക്കുൽ മൗത്തായ ആ മലക്ക് വരുമ്പോ റൂഹ് പിടിക്കുമ്പോൾ കരഞ്ഞാലും വിലപിച്ചാലും ഒരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല. അത് അവരെ ദോഷ അല്ല, അല്ലാഹു തആല അവരെ സൃഷ്ടിച്ചത് ആ രൂപത്തിലാണ്. അപ്പൊ അവിടെ അല്ലാഹു തആലയുടെ ആ നിർദ്ദേശങ്ങൾക്ക് മുമ്പിൽ അത് അംഗീകരിക്കാതെ റബ്ബിനെ ധിക്കരിക്കുകയും അവസാനം 70,000 തവണ പടച്ചവൻ ജിബ്രീലിനെ പടച്ചിട്ട് പോലും ശരിയാകാത്തത് സിദ്ദീഖ് റളിയല്ലാഹു ശരിയാക്കി കൊടുത്തു. കണ്ടോ? അതുകൊണ്ടാണ് ഞങ്ങൾ മർക്കസ് എന്ന് കൊണ്ടുവന്ന ഇത് മാത്രം എന്ന് പറയാൻ കാരണം എന്താ? ഈ അരമന രഹസ്യങ്ങളൊക്കെ പുറത്തു വന്നാൽ, ഈ കള്ളക്കഥകളെല്ലാം പുറത്തു വിട്ടാൽ അതിനെ എതിർക്കാൻ പറ്റൂല, ന്യായീകരിച്ച് അതിനെ ഒപ്പിച്ച് എങ്ങനെ കൊണ്ടുപോകും? അത് പേടിച്ചിട്ടാണ് സബീന കിതാബുകൾ പൂർണ്ണമായി ശരിയല്ല, അത് പരിശോധിക്കാതെ എനിക്ക് പറയാൻ പറ്റൂല എന്ന് പറഞ്ഞത്. അൽഹംദുലില്ലാഹ്, അത് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ വിജയമാണ്. ഈ സമൂഹത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനം ഉണ്ടാക്കിയിട്ടുള്ള പരിവർത്തനങ്ങൾ മുഴുവൻ പിൽക്കാലത്ത് ഈ പുരോഹിതവർഗം ഏറ്റെടുത്തിട്ടേ ഉള്ളൂ. ഓരോന്നിടത്ത് പരിശോധിച്ചാൽ ഭൗതികമായതും ആത്മീയമായതും എല്ലാം അത് ഈ രംഗത്തും ഏറെക്കുറെ തിരുത്തിക്കൊണ്ട് വരുന്നു. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഇന്ന് ബോധമുണ്ടായിട്ടുണ്ട്. പല പ്രദേശങ്ങളിലും പള്ളിയിൽ കയറിയിട്ട്, വല്ലപ്പുഴയിൽ തന്നെ ഒരു പള്ളിയിൽ കയറിയിട്ട് ഈ പ്രവർത്തകരാര് ഈ സുന്നി ഐക്യവേദി എന്ന് പറഞ്ഞിട്ട് ഒരു ഈ യുവാക്കളുണ്ടാക്കിയ വേദി ഉണ്ടല്ലോ, സംവാദത്തിന് വേണ്ടി, ചർച്ചയ്ക്ക് വേണ്ടി, ആ വേദിയിൽപ്പെട്ട അവര് തന്നെ ഒരു പള്ളി കയറിയപ്പോ തട്ടിന് പുറത്തൊരു സബീന കിതാബ്. അപ്പൊ അവര് പറയാം, അതെ നമ്മൾ അലവി സഖാഫി തള്ളിയ സബീനല്ലേ, അതുകൊണ്ട് നമുക്ക് നേരെ കൊണ്ടുപോയിട്ട് മുദരിസിന് എടുത്ത് കൊടുക്കുക. എന്നിട്ട് പറഞ്ഞു, ഉസ്താദെ എന്തിനാണ് ഈ സബീന കിതാബ്? മർക്കസ് നിന്ന് ഇറക്കിയത് എടുത്താ പോരെ, ഇത് നമുക്ക് ഒഴിവാക്കാലേ എന്ന് ചോദിച്ചു. അപ്പൊ അയാള് പന്തങ്ങളുടെ പെരിച്ചായിയെ പോലെ ഇങ്ങനെ നിൽക്കുക. കാരണം എന്താ? അതൊക്കെ അലവി അടങ്ങുന്ന കാരന്തൂരികൾക്കല്ലാതെ നമ്മൾക്ക് മൊത്തത്തിൽ അത് പറ്റൂല. കാരണം ഇത് കൈയൊഴിച്ചാൽ ഇവരുടെ വരുമാനമാകാൻ നിന്നുപോയി.
അതുകൊണ്ട് തന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വയൽ കേട്ട് ഇതുപോലെയുള്ള ക്ലിപ്പിംഗ് സംവിധാനങ്ങളിലൂടെയുള്ള പ്രഭാഷണങ്ങൾ കേട്ട് ആളുകൾക്ക് ഇന്ന് മാല എന്താണ്, മൗലിദ് എന്താണ്, സബീല കിതാബ് എന്താണ്, 33 വക എന്താണ്, 66 വക എന്താണെന്ന് അറിയാതെ പോയി. ഇത് മാത്രമല്ല, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ദഅവത്ത് എത്രത്തോളം ഈ സമൂഹത്തിൽ പിന്നെ ക്ലിക്കാകുന്നുണ്ടെന്നും അത് ഈ സമൂഹത്തിൽ എത്രത്തോളം മാറ്റമുണ്ടാകുന്നുണ്ട് എന്നും ഞാൻ പറയണ്ട, പിന്നെ ഒരു ഫൈസി തന്നെ വ്യക്തമായി നിങ്ങളുടെ മുമ്പിൽ പറയും. അത് നിങ്ങളൊന്ന് കേട്ടു. മൂലേര വീട്, വലിയ വലിയ ആളുകളുടെ ഒക്കെ വീടുകൾ. ഞാൻ ചോദിക്കട്ടെ, ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ ഖുർആൻ ഓതുന്ന വീടുണ്ടോ? ദിക്റുകളും മാലകളും മൗലൂദുകളും സ്വലാത്തുകളും ചെല്ലുന്ന വീടുണ്ടോ? സ്വന്തം മക്കളെ കൊണ്ട് ചെല്ലാൻ പറയുന്ന വീടുണ്ടോ? പഴയ കാലത്തൊക്കെ നമ്മളെ വീടുകളിൽ ഖുർആൻ ഉണ്ടാകും അല്ലെ? അതേ പ്രകാരം ഖുർആന്റെ കൂടെ ഒരു സബീന ഉണ്ടാവും. ഇതൊക്കെ പാടിയിരുന്ന ഒരു കാലഘട്ടം. മാത്രമല്ല, അന്ന് വളർന്നു വരുന്ന സമുദായത്തിനും തന്റെ ഉണ്ടായിരുന്നു. ഉമ്മമാര് ചെയ്യുന്ന ഈ നല്ല നല്ല സ്വഭാവങ്ങളൊക്കെ കണ്ട് ശീലിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കുട്ടികൾക്ക് ശരിക്ക് സബീൻ എന്താന്ന് പോലും അറിയൂല. നിന്റെ അടക്കം ഞങ്ങളൊരു സ്ഥലത്ത് കുറെ മുസ്ലിം മൂല്യന്മാർ ഇങ്ങനെ ഒരുമിച്ച് കൂടിയിട്ട് ഒരു മൗലൂദ് ഓതാൻ ആഗ്രഹിച്ചിട്ട് ഒരു ചെറിയ കുട്ടിയുണ്ട് അവിടെ. ആ കുട്ടിയെ വിളിച്ചിട്ട് 2 സെബീനെ കൊണ്ടുവരാൻ പറഞ്ഞയച്ചു. ആ കുട്ടിയെ സെബീനെ കൊണ്ടുവരാൻ പറഞ്ഞയച്ചു. ഞങ്ങൾ കുറെ കാത്തിരുന്ന് ഇപ്പൊ വരും കുട്ടിയെ കാണുന്നില്ല. പിന്നീട് ഒരു അല്പനേരം കഴിഞ്ഞപ്പോ ആ കുട്ടിയുണ്ട് ഞങ്ങളെ മുന്നിൽ ഇങ്ങനെ നടക്കുന്നു. ഞങ്ങൾ വിളിച്ചു, മോനോടാ നിന്നെന്തിനു പറഞ്ഞയച്ചതാ? സെബീൻ കൊണ്ടുവരാന്. എന്നിട്ട് എവിടെ അതിരിക്കണ്? അപ്പൊ നോക്കുമ്പോ പാത്രം കഴുകുന്ന 2 സെബീന പൊടിയുടെ പാക്കറ്റ് ആ കുട്ടി അവിടെ വാങ്ങിക്കൊടുന്ന് വെച്ചിക്കണ്. ആ കുട്ടിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എടുത്തു ചെല്ലുന്നത് ഉമ്മയിൽ നിന്നും ബാപ്പയിൽ നിന്നും ഈ കുട്ടി പഠിക്കണ്ടേ? ഇതാണ് ഇന്നത്തെ നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും വലിയ അപകടം. കാരണം എന്താ, പണ്ട് എന്തു പറഞ്ഞാലും തൊണ്ട തൊടാതെ വിഴുങ്ങിയിരുന്ന നമ്മുടെ ഉമ്മമാർ ഉപ്പാടൊക്കെ ചെല്ലിയിരുന്നു. അന്ന് ഞങ്ങൾക്ക് നല്ല കുംഭ പരിപ്പിക്കാൻ കഴിഞ്ഞിരുന്നു. അന്ന് ഞങ്ങളുടെ എല്ലാ തിടുക്കങ്ങൾക്കും പരിഹാരമായിരുന്നു. ഇന്ന് ഈ വഹാബികളെ കൊണ്ട് ഇതൊക്കെ മുടങ്ങിപ്പോയി എന്ന് പച്ചക്ക് പറയാനുള്ള മടിയാണ് കൈതക്കാമമായി കരഞ്ഞു തീർക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതാണ് സംഭവം. അപ്പോ സെബീന കൊണ്ടുവരാൻ പറഞ്ഞപ്പോ പാത്രം കഴിയുന്ന 2 സെബീന ഉണ്ടെന്നു. ഇനി കുറച്ചു കാലം കഴിഞ്ഞാൽ മോനെ മാല കൊണ്ടുവരാൻ 2 നെക്ലേസ് മാലയിട്ട് വരും. കാരണം എന്താ, മാല എന്താണെന്ന് അറിയില്ലല്ലോ. ഫാൻസി കടയിൽ പോയിട്ട് 2 നെക്ലേസ് മാല ഉസ്താദിനെ പെണ്ണുങ്ങൾക്കാന്ന് വിചാരിച്ചിട്ട് കൊണ്ടുവരും. ഇനി അതുണ്ടാവും. കാരണം ഇതിങ്ങനെ എടുത്തു പോവുകയാണ്. അപ്പൊ ഇത് എടുത്തു പോകാൻ മുസ്ലിയാക്കന്മാർ സമ്മതിക്കൂല. കാരണം എന്താ, അവരുടെ ജീവിത മാർഗമാണ്. അതുകൊണ്ട് തന്നെ അലവി സഖാഫിയല്ല, നൗഷാദ് ഹസനിയല്ല, പത്തപ്പുരിയമല്ല, കുറ്റ്യാടിക്കാരൻ സഖാഫിയല്ല. ഏത് സഖാഫികൾ ഒരുമിച്ച് ഇതിനെ എതിർത്താലും, ഇത് ശിർക്കുണ്ടെന്നും ഇത് കള്ളക്കഥയുണ്ടെന്ന് പറഞ്ഞാലും ഞങ്ങൾ ഒഴിവാക്കാൻ തയ്യാറില്ല. കാരണം എന്താ, ഞങ്ങൾ മുസ്ലിയാക്കന്മാരാണ്. മുസ്ലിയാക്കന്മാരുടെ സ്വഭാവം എന്താ? മുസ്ലിയാക്കന്മാരുടെ സ്വഭാവം മൗലിദ് ഓതിയാലുണ്ടാകുന്ന സ്വഭാവം എന്താ? ഞാൻ പറയണ്ട. കല്ലൂർ മൊയ്തീൻകുട്ടി മുസ്ലിയാർ പറഞ്ഞോട്ടെ, മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സത്യം വെളിപ്പെടുത്താൻ മൂപ്പരെ കൊണ്ടുവരാം. കേട്ടോളൂ. മൗലിദ് കഴിക്കാണ് ജനങ്ങൾ ഒരുമിച്ച് കൂടുക. എന്നിട്ടോ കുറച്ച് നബിന്റെ പ്രസവാവസരത്തിലുണ്ടായ ചരിത്ര യാഥാർത്ഥ്യങ്ങളൊക്കെ വിശദീകരിക്കുക, ഖുർആൻ ആയത്തും കുറച്ച് ഓതുക. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലുമൊക്കെ സാപ്പാടുണ്ടായി കഴിക്കുക, പോവുക. ഇതിപ്പോ ഷിർക്കാന്ന് പറയുന്ന നല്ലൊരു പറ്റം ആളുകളുണ്ടല്ലോ. അവരെന്താ ചെയ്തറിയോ? ഈ മൗലിദിനൊക്കെ ശരിക്ക് സംബന്ധിച്ച ആൾക്കാരാ. എന്നിട്ട് മൗലിദ് ഓതി ഈ സാപ്പാടും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് പുറത്ത് കസാലയെ കുത്തിക്കുക, പോണില്ല. അവിടെ കുത്തിനിട്ട് ടോർച്ച് തിരിച്ചലും മുറുക്കലും അയക്കലും ആയിട്ട് നിൽക്കുക. എന്താ പോകാത്ത? പോകാനായില്ല. അവസാനം എന്തെങ്കിലും കൊണ്ടുവന്ന് കീസയിലിടണം. കീസയിൽ ഇട്ട് കഴിഞ്ഞാൽ ഒറ്റപ്പുള്ളിയായി, ടോർച്ച് ക്ലിയറായി, നവറ്റ അസ്സലാമു അലൈക്കും ആയി. അത് പോകുമ്പോ ഇടങ്ങണിട്ട് നോക്കുക. ഇങ്ങനെ വാങ്ങി തിന്ന ആൾക്കാർ അത് ചെറുക്കാറുണ്ട്. അതാണ് സംഗതി. അപ്പൊ ഇവർക്ക് ഇത് മുടങ്ങിയതിൽ വലിയ വേചാറുണ്ട്. അതുകൊണ്ട് അലവി സഖാഫിയോട് മറ്റുള്ളവരോട് പറയണത് ഇത് ശിർക്കാണ്, തെറ്റാണ്, ജൂദായിസ് എന്നൊക്കെ പറഞ്ഞു നടന്നിട്ട് ഒരുപാട് കാലം മുണങ്ങിയല്ലേ. അപ്പൊ ഇപ്പൊ മുജാഹിദുകളുമായി ഏറ്റുമുട്ടുന്ന നേരത്തെ ഇതൊക്കെ തെറ്റാണ് അപ്പൊ വരെ വാദം. യഥാർത്ഥത്തിൽ ഒറ്റപ്പുള്ളിയാക്കിയിട്ട് പണം തട്ടാനുള്ള ഏർപ്പാടാണ് മുസ്ലിയാക്കന്മാരെന്നെ അറിയാതെ പറഞ്ഞു പോയതാ. കേട്ടില്ല നിങ്ങള്? അപ്പൊ സഹോദരങ്ങളെ, ഇത് നടത്തണം. കാരണം എന്താ, ഇത് വരുമാന മാർഗമാണ്. എന്നാല് ഇത് യഥാർത്ഥത്തിൽ നിങ്ങൾ ജനങ്ങളോട് നല്ലത് പറയാ, ജനങ്ങളുടെ മുമ്പിൽ പ്രസംഗിക്കുക, എന്നിട്ട് സ്വന്തം ജീവിതത്തിൽ ചെയ്യൂല. ആ പോലത്തിനാണിത്. ഒറ്റപ്പുള്ളിയാക്കണതൊക്കെ ഇങ്ങോട്ട് കിട്ടാനാ. പടമ്പ കൈക്കോട്ട് എന്ന് പറഞ്ഞാൽ കൈക്കോട്ടുണ്ട്. നിങ്ങൾക്ക് അറിയോ അറിയില്ല. നമ്മളെ നാട്ടിലൊക്കെ അതിന് അതാ പറയാ. അത് ഇങ്ങോട്ട് മാത്രമേ മണ്ണ് മാറാൻ പറ്റുള്ളൂ, അങ്ങോട്ട് എടുക്കാൻ പറ്റൂല. കൊത്തിയിട്ട് ഇങ്ങോട്ടേ വലിക്കുള്ളൂ എന്ന പോലെ മുഴുവൻ ഇങ്ങോട്ടാണ് മുസ്ലിയാക്കന്മാർ. അങ്ങോട്ട് കൊടുക്കൂല, അങ്ങോട്ട് മുസ്ലിയാക്കന്മാർ കൊടുക്കൂല. കാരണം എന്താ, ഒരൊറ്റ മൗലിയന്മാരും മൗലിദ് കഴിക്കൂല.
ഇത് കഴിക്കാത്തവൻ സുന്നിയല്ല, മാല കഴിക്കാത്തവൻ പിന്നെ ഉസ്താദല്ല, ഓനെ ഖാളി സ്ഥാനത്തിനോ ഖത്തീബ് സ്ഥാനത്തിനോ ഒന്നും പറ്റൂല. അത് ഇന്നലെ ഞാൻ വായിച്ചു കേൾപ്പിച്ചില്ല, അതാണ് ഇവരെ പ്രമേയം. പക്ഷേ ഇത് സ്വന്തം ജീവിതത്തിൽ ചെയ്യൂല. ഇപ്പൊ ബദർമാവിന്റെ പോരിശ കൊല്ലം മുസ്ലിയാക്കന്മാർ പ്രസംഗിക്കും. എന്താ? ഏറ്റവും മികന്തുള്ള വരുത്തത്തില് ഇന്ദർ സഹാബികൾ പേരീനെ ഒതുകിൽ കൂറിമുടിയും മൂന്നം പള്ള തന്നിന്ന് കുട്ടി പേരക്കലിൽ ഇല്ല ശക്കന്നോവർ. സാധാരണ പ്രസവവേദനല്ല, അത്യാവശ്യം മുടുക്കുള്ള പ്രസവവേദന. അത് വന്നു കഴിഞ്ഞാല് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സിക്കുന്നല്ല, മറിച്ച് മുട്ടിപ്പല കെട്ടിട്ട് അസ്മാഉൽ ബദരീൻ ചൊല്ലിക്കഴിഞ്ഞാൽ പ്രസവിക്കുമെന്നതിൽ ലാ ശക്ക ഫീഹി, ഒരു സംശയവുമില്ല. എത്രത്തോളം ഇതിന്റെ പവറ്! പണ്ടത്തെ കാലത്തൊക്കെ വല്യന്മാര് മൊല്ലാക്കമാര് പ്രസവവേദനക്ക് വേണ്ടി കുട്ടിങ്ങനെ നൊമ്പരെടുക്കുമ്പോ മോള് കരയുമ്പോ മൊല്ലാക്കാനെ വിളിക്കും. മൊല്ലാക്ക തൊക്കിലെച്ചത് വന്നിട്ട് മുട്ടിപ്പല കെട്ട് ചൊല്ലും. അപ്പോഴും പ്രസവിക്കണില്ലെങ്കിൽ പുറത്തു വന്നിട്ട് പറയും, മൊല്ലാക്ക ഒന്നുകൂടി മുറുക്കി ചെല്ലി, വേദന സഹിക്കണില്ല. മൂപ്പർ ഒന്നുകൂടി മുറുക്കി ചെല്ലും. കുട്ടിയാണ്ട് പ്രസവിച്ച് വന്ന് കരച്ചിൽ കേട്ടാൽ മതി 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 മതി. കാരണം എന്താ? നിർത്തിയിട്ടില്ലെങ്കിൽ ഗർഭപാത്രം അടക്കം അങ്ങോട്ട് പുറത്തു പോരുന്ന അത്ര പവറുള്ള സാധനം അത്. എന്നാ ഇന്ന് ഏതെങ്കിലും മുസ്ലിയാക്കന്മാര് ഡേറ്റ് എത്തിയാ മുട്ടിപ്പല കെട്ടുന്ന ചൊല്ലുവോ? ഇല്ല. വാലും തലകെട്ടും കെട്ടി ഹോസ്പിറ്റലിന് മുമ്പിൽ പെണ്ണുങ്ങളായിട്ട് എന്താ ഗൈനക്കോളജിനെ കാണിക്കാൻ വന്ന. എന്തിനാ സഖാഫി ഇവിടെ വന്നത്? എനിക്ക് മുട്ടിപ്പല കെട്ടുന്നത് ചൊല്ലിയാ പോരെ? എന്റെ 6-ാം പ്രമേയത്തിൽ ന്യായീകരിച്ചതല്ലേ? ഇത് ചൊല്ലാത്ത സുന്നിയല്ല, ഓനെ ഖാളി സ്ഥാനത്തിനോ ഖത്തീബ് സ്ഥാനത്തിനും പറ്റൂല എന്നല്ലേ നീ പറഞ്ഞത്? അതൊക്കെ ജീവിക്കാനുള്ള ഏർപ്പാടല്ലേ മോനെ. അങ്ങനെയൊക്കെ ചോദിച്ചപ്പോ എങ്ങനെ നമ്മൾ ഉത്തരം പറയാ? എന്നാ മുസ്ലിയാക്കന്മാര് പറയണ എന്താ? സ്വന്തം ജീവിതത്തിൽ ചെയ്യൂല. ഞാൻ പറയല്ല, മുസ്ലിയാക്കന്മാര് മൗലിദ് കഴിക്കാറില്ല എന്നാണ് പേരോട് അത്രയും സഖാഫി പറയുന്നത്. അതുകൊണ്ട് മാതൃകയായി നമ്മൾ കാഴ്ച കൊടുക്കണം, എങ്കിലേ ജനങ്ങളെ നമുക്ക് കിട്ടുള്ളൂ എന്ന് പേരോട് പറയുന്ന ഭാഗം നിങ്ങളൊന്ന് കേട്ടോളൂ. ഞാൻ നിങ്ങൾ എന്താണോ മൗലൂദ് കഴിക്കാത്തത്? മൗലൂദ് കഴിക്കാത്ത മുസ്ലിയാന്മാര് മൗലൂദ് കഴിക്കണം, ചെറുങ്ങനെങ്കിലും കഴിക്കണം, എന്നാലേ സാധാരണക്കാർ കഴിക്കുള്ളൂ. അതിന് മൊലിയാമാർ മൗലൂദ് ഒറ്റയും കഴിക്കൂല. പിന്നെ എങ്ങനെ മറ്റുള്ളവർ മൗലൂദ് കഴിക്കുക? പണ്ട് പഠിക്കേണ്ട മൊലിയാമാരെ കണ്ടിട്ടേ മറ്റുള്ളവർ പഠിക്കേണ്ടത്. അതിന് ആലിമീങ്ങൾ ആദ്യം മൗലൂദ് കഴിക്കണ്ടേ? ഇന്ന് ആരോ എന്നോട് പറഞ്ഞു, ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, എന്ത് ബെല്ലടിക്കുമ്പോ അപ്പുറത്തും സംസാരിക്കാൻ പറ്റുന്നേ ബെല്ല് വെക്കണം വീട്ടിൽ, എന്നാൽ പെണ്ണുങ്ങൾ പുറത്തിറങ്ങാൻ ഒക്കുള്ളൂ. പിന്നെ എന്നോട് അങ്ങനെ ഇപ്പൊ എല്ലാവർക്കും ബെല്ല് വെക്കാൻ കഴിയോ? ഒലിയാമാരെല്ലാം വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെന്ന്. ഞാൻ വെച്ചിട്ടുണ്ട്. മറ്റുള്ളവരാരും എന്നെ കണ്ടേറ്റിറങ്ങി എനിക്കിപ്പോ എല്ലാവരും ബെല്ലാക്കി കൊടുക്കാൻ കഴിയോ? അപ്പൊ ഞാൻ പറഞ്ഞത് ഓരോരുത്തർ നന്നായാൽ അതായില്ലേ. അപ്പൊ നമ്മളെന്ത് വേണോ? മൗലൂദി നമ്മൾ എങ്ങനെ ആള് കൂടുതൽ വേണ്ട കൈവനുസരിച്ച് മതി. നമ്മളെ വീട്ടിൽ നിന്ന് റസൂലുള്ളാഹിന്റെ മദ്ഹ് റബീഉൽ അവ്വലായാലും ഒന്ന് ചെല്ലണം. ഒരാളെങ്കിലും വിളിച്ച് ഭക്ഷണം കൊടുത്തേക്കണം, ഒറ്റൊരാളായാലും തിരക്കില്ല, അതിനും വിളിച്ച് ഭക്ഷണം സന്തോഷത്തിന്. അപ്പൊ മുസ്ലിയാക്കന്മാർ തുടങ്ങണമെന്നാണ്. എങ്ങനെ തുടങ്ങാൻ പറ്റുക? അതിനു മുമ്പ് കല്ലൂര് പറഞ്ഞെന്താ? തിരിക്കലും മറിക്കലും അവസാനം പോക്കറ്റിൽ എന്തെങ്കിലും കനത്തിൽ ഇട്ടുകൊടുത്താൽ ഒറ്റപ്പുള്ളിയാവും. കുറച്ച് പണി ഉണ്ടാവും. ഇക്കൊല്ലല്ല മുസ്ലിയാക്കന്മാരെല്ലാരും ഈ നാട്ടിലുള്ള സുന്നിയാളെ ക്ഷണിച്ചോളി, നിങ്ങളെ വീട്ടിൽ കൊന്ന് ഞങ്ങൾ വരുന്നില്ല, ഇക്കൊല്ലതാ ഞങ്ങൾ മൗലിദ് കൊണ്ടാടുകയാണ്, അതുകൊണ്ട് എല്ലാരും ഇങ്ങോട്ട് വന്നോളി. സദ്യ ഉണ്ടാക്കി സാധാരണക്കാരെ പോയി കസാലിയിൽ ഇരിക്കുക, ടോർച്ച് തിരിക്കുക, മരിക്കുക, ഒറ്റപ്പുള്ളി ആകണത് വരെ അവിടെ ഇരിക്കുക. ലേശം പണി ഉണ്ടാവും. കാരണം മുസ്ലിയാക്കന്മാർ ആർക്കെങ്കിലും 10 രൂപ കൊടുത്ത് ചെയ്യലുണ്ടോ സഹോദരങ്ങളെ? ഇല്ലല്ലോ. അപ്പൊ അവരുടെ വരുമാന മാർഗമാണ് ഇത് നിലനിൽക്കാറുള്ളത്. അല്ലാതെ റസൂലുള്ളാഹിനെ സ്നേഹിച്ചിട്ടോ സുന്നത്യമായത്തിനെ പ്രീതിപ്പെടുത്താനോ പരലോകത്ത് ഗുണം കിട്ടാനൊന്നുമല്ല. അതൊന്നുമല്ല. മറിച്ച് അവരവരുടെ വരുമാന മാർഗം ഉദരപൂർത്തീകരണം അത് നടക്കണം. അത് മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിച്ചിട്ട് ഇവരാളാവും. പണ്ട് വിമാനത്തിൽ വെച്ചൊരു ഇന്ത്യക്കാരൊരു രസകരമായ പ്രവൃത്തി ഒപ്പിച്ചല്ലോ. നമ്മൾ സൽമാൻ ഫാരിസി സ്ഥിരമായി പറയുന്ന ഒരു കഥയാണ്. അതെന്ത്? വിമാനം പറന്നുകൊണ്ടിരിക്കെ എഞ്ചിനൊരു കംപ്ലൈന്റ്. അപ്പോ പൈലറ്റ് പറഞ്ഞു, എന്ത്, ഇതിൽ 3 ആളുകള് താഴെ ചാടണം, കാരണം ഇത്രയും ആളുകളെ വഹിച്ചുകൊണ്ട് പോകാൻ വിമാനത്തിന് കഴിയൂല. 3 ആളുകൾ താഴെ ചാടിയ ബാക്കിയുള്ള ആളുകൾക്ക് രക്ഷപ്പെടാം. അമേരിക്കക്കാര് പൊതുവെ സാഹസികരാണ്. അവര് നാടിന് ക്രെഡിറ്റ് കിട്ടുന്ന വിഷയാന്നുള്ളവർക്ക് എന്ത് ചെയ്തു? ലോങ് ലീവ് അമേരിക്ക എന്നുള്ള ഒറ്റച്ചാട്ടം. അങ്ങനെ ചാടിയപ്പോ പിന്നെ റഷ്യക്കാരൻ കാത്തുക്കൊല്ല, റഷ്യക്കാരൻ ചാടി. പിന്നെ നമ്മൾ ഇന്ത്യക്കാരൻ വന്ന് താഴത്തേക്കൊക്കെ നോക്കി തുണിയൊക്കെ ഒന്ന് പൊക്കിയെടുത്ത് നോക്കുമ്പോ ചാടിയാൽ പണിയാവും. മൂപ്പരിങ്ങനെ നോക്കുമ്പോണ്ട് അടുത്ത് ചൈനക്കാരൻ, ബംഗ്ലാദേശുകാരന്, അതേപോലെ ജപ്പാൻ ഇരിക്കുന്നുണ്ട്. ഭാരത് മാതാക്കി ജയ് തന്നെ. ചൈനക്കാരൻ ഒരൊറ്റടി പുറത്ത് കണ്ടിട്ട് മൂപ്പര അവിടെ നിന്ന് എന്ന പോലെ മുസ്ലിയാക്കന്മാരൊക്കെ ചെയ്യിപ്പിക്കും, പക്ഷെ അവർ ചെയ്യൂല. അപ്പൊ സഹോദരങ്ങളെ, ഇത് യഥാർത്ഥത്തില് ഒരു ആത്മീയ ചൂഷണമാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായിക്കൊണ്ട് കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജൻ നാസ മിനൽ ദുലുമാതി ഇലൻ നൂർ
സകല മനുഷ്യരെയും അവരെ ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക് കൊണ്ടുവരുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആൻ, അതിന്റെ 23 കൊല്ലക്കാലത്തെ പച്ചയായ ജീവിതമുണ്ടല്ലോ, അത് മനസ്സാ വാചാ കർമ്മണ അംഗീകരിച്ചുകൊണ്ട് മഹാന്മാരായ സ്വഹാബത്ത് എങ്ങനെയാണോ റസൂലുള്ളാഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലാക്കിയത്, എങ്ങനെയാണോ മുഹമ്മദ് റസൂലുള്ള ഉൾക്കൊണ്ടത്, ആ രൂപത്തിൽ അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ചാലല്ലാതെ പരലോകത്ത് രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് ഞാൻ എന്റെ തുടക്കത്തിൽ ചൊല്ലിവെച്ച ആയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? വലഖദ് റഅയ്നാൽ ജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി ആണയിട്ട് പറയുകയാണെന്ന്, ഭൂരിപക്ഷം മനുഷ്യരിൽ നിന്ന് ജിന്നുകളിൽ നിന്നുമായി ഭൂരിപക്ഷത്തെ കൊണ്ട് നരകം നാം നിറക്കുക തന്നെ ചെയ്യും. പടച്ചതമ്പുരാൻ ആണയിട്ട് പറഞ്ഞതാണ്, റബ്ബിന്റെ കരാറാണെന്ന് പൂർത്തീകരിക്കും. എന്താ കാരണം? അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ചില ആളുകളോട്, ചില ജിന്നുകളോട് പ്രത്യേകമായ വെറുപ്പുണ്ടായത് കൊണ്ടാണോ? അവരുടെ നിറം മങ്ങിപ്പോയത് കൊണ്ടാണോ? അതൊന്നുമല്ല, മറിച്ച് ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ചിന്തിക്കുവാനുള്ള ഹൃദയം കൊടുത്തിട്ടുണ്ട്. ആ ഹൃദയം കൊണ്ട് അവർ ചിന്തിച്ചില്ല. വലഹും അയ്യുൻ ലാ യുബ്സിറൂന ബിഹാ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കണ്ണ് കൊടുത്തിട്ട് ആ കണ്ണുകൊണ്ട് അവർ കാണേണ്ടത് കണ്ടില്ല. വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ, അവർക്ക് അല്ലാഹു തആല കാത് കൊടുത്തിട്ടുണ്ട്. ആ കാത് കൊണ്ട് അവർ കാണേണ്ടത്, ആ കാത് കൊണ്ട് കേൾക്കേണ്ടത് അവർ കേട്ടില്ല. അതുകൊണ്ട് തന്നെ ഉലായിക കല്ലൻ ആമി ബൽ ഹും അലൽ, അവർ നാൽക്കാലികളെ പോലെയാണ്, അല്ല അതിനേക്കാളും താഴെയാണ്, അതിനേക്കാളും മേച്ചകരമാണ്. ഉലായിക ഹുമുൽ ഗാഫിലൂൻ, അക്കൂട്ടർ തന്നെയാണ് ഗഫലത്തിലായവര്, അശ്രദ്ധയിൽപ്പെട്ടവര്. അതുകൊണ്ട് ഈ ദുനിയാവില് മുസ്ലിയാക്കന്മാർ ഉരുട്ടിത്തരുന്നത് മാത്രം തൊണ്ടതടാതെ വിഴുങ്ങിയിട്ട് അവരുടെ കാൽച്ചുവട്ടിൽ കൊണ്ടുപോയി തലമണയം വെച്ച് എന്തൊക്കെയാണ് കൃത്യമായ മാർഗമെന്ന് കേൾക്കാതെ, പ്രമാണമെന്തെന്ന് പഠിക്കാതെ ഈ രൂപത്തിലാണ് പരലോകത്തുറപ്പിന്റെ സന്നിധിയിലെത്തിക്കഴിഞ്ഞാൽ അയ്യുഹൽ മുജ്രിമൂൻ, കുറ്റവാളികളെ ഇന്ന് നിങ്ങൾ വേറിട്ട് നിൽക്കുക എന്ന് പറഞ്ഞുകൊണ്ട് പാപികളെ ഒരു ഭാഗത്തേക്ക് മാറ്റുമ്പോൾ ആ ഭാഗത്ത് മാറി നിൽക്കേണ്ടി വരും സഹോദരങ്ങളെ. മാത്രമല്ല, ചങ്ങലകളിൽ ബന്ധിച്ചുകൊണ്ട് നരകാഗ്നിയിലേക്ക് എറിയപ്പെടുമ്പോൾ കുല്ലമാ ഉൽഖിയ ഫീഹാ ഫൗജൻ സഅലൂ ഖസറതുഹാ അലം യഅതികും നദീർ. അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി കൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുൽക്കിലൂടെ അല്ലാഹു തആല അറിയിച്ച യാഥാർത്ഥ്യമാണ്. ചങ്ങലകളിൽ ബന്ധിച്ചുകൊണ്ട് സംഘങ്ങളായി നരകത്തിയിലേക്ക് ഈ പിഴച്ചു പോകുന്ന മനുഷ്യന്മാരെ, ഈ തമ്മാടിക്കൂട്ടങ്ങളെ എറിയുമ്പോൾ ആ കൂട്ടത്തിൽ പെട്ടുകഴിഞ്ഞാൽ അവിടെ നരകാഗ്നിയിലേക്ക് ചെന്ന് വീഴുന്ന സമയത്ത് അവിടെ വെച്ചുകൊണ്ട് നരകത്തിന്റെ കാവൽക്കാർ ചോദിക്കുകയാണ്, അലം യഅതികും നദീർ, നിങ്ങൾക്ക് താക്കീതുകാർ വന്നിരുന്നില്ലേ, ഉപദേശകന്മാർ വന്നിരുന്നില്ലേ? ആധുനിക കാലഘട്ടത്തില് ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ അടിസ്ഥാനത്തിൽ തന്നെ കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ LCD ക്ലിപ്പിങ്ങളുടെ സംവിധാനത്തിലൂടെ കൃത്യമായ അഹ്ലു സുന്നത്ത് വൽ ജമാഅയുടെ മാർഗം എന്താണെന്ന് വിശദീകരിക്കപ്പെട്ടില്ലേ? അതിൽ അള്ളിപ്പിടിച്ചിട്ടുള്ള മാലകളും മൗലീദുകളും അതുപോലെ തന്നെയുള്ള വികലമായ വിശ്വാസങ്ങളും എന്തൊക്കെയാണെന്നോ, അതിന്റെ ഗൗരവം എന്താണെന്നോ, അത് കൊണ്ടുപോയി എത്തിക്കുന്നത് ഏത് മേഖലയിലാണെന്നോ കൃത്യമായി നിങ്ങൾക്ക് വിവരം കിട്ടിയിട്ടില്ലേ? ആ സമയത്ത് അവരുടെ മറുപടി എന്താ? കാലുവോർ പറയുകയാണ്, അതേ മലക്കുകളെ, ഞങ്ങൾക്ക് ഉത്ബോധകന്മാർ വന്നിരുന്നു, ഉപദേശകന്മാർ വന്നിരുന്നു, പക്ഷേ ഞങ്ങളതിന് വേണ്ടത്ര ഗൗരവം കൊടുത്തില്ല, ഞങ്ങളതങ്ങോട്ട് തള്ളിക്കളഞ്ഞു. അങ്ങനെ ഞങ്ങൾ നേരത്തെ തന്നെ വീട്ടിൽ പോയി, അല്ലെങ്കിൽ പാരമ്പര്യവാദം പറഞ്ഞ് പിടിച്ചു നിന്നു. ഞാൻ പിടിച്ച മുയലിന് 3 ചെവി എന്ന വാശിയിൽ നിന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ബഹുദൂരം പിഴച്ചുപോയി എന്നാണ്. എന്നിട്ട് നരകത്തിയില് ശരീരത്തിൽ നിന്ന് മാംസളങ്ങള് തോടക്കമുള്ള ആ നീരും ചോരയും ജലവുമൊക്കെ അവിടെ നിന്ന് ഉരുകി താഴേക്ക് വരുമ്പോൾ, മെഴുകുതിരി പോലെ കത്തി ഉരുകിക്കൊണ്ട് താഴേക്ക് ഒലിക്കുമ്പോൾ അതിന്റെ വേദനകളിൽ പുളഞ്ഞുകൊണ്ട് അവരവിടെ വെച്ചുകൊണ്ട് വിലപിക്കുകയാണ്. പറയുകയാണ്,